ഭൂതമെന്ന് വെച്ച ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥയൊന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. ഭൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ? പിന്നെന്താ, ദാ കേട്ടോളൂ. പക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനൂറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കം. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊത്തി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ പേടരിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു അണുതനെ പൂന്തുട കട്ടിയുടക്കിട്ടു ചാഞ്ഞുമയത്തുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാലും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിലൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി! ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, ഓലയെഴുത്താടികളെ കാട്ടിലെറിഞ്ഞണയുകിലു കലകിക്കും ഗുരുനാഥൻ. ഉത്തമല ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പൊന്നണയും പൊൻകതിരെ വൻപോടിൻ വടിവിരയും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുടയ പൂന്തണലിൽ ചെറുകാറ്റത്തിലെഴുതാലോ ഓലയെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയോ. ചോട്ടിലും തുളിനെയും പെൺകൊടിയെ ഓലയെഴുത്താണികളെ കാട്ടിലിതാ ഞാൻ കളവൂ, കാട്ടിലിതാ ഞാൻ കളവൂ. എഴുത്താണി ഇരുമ്പല്ലേ? അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതൻ സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും ഇല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ
കതിരു പൊങ്ങി വിയരംഗളത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീട്ടി കളിക്കും പരമീനല്ല നീളവേ നിശ്ചലം നിന്നുപോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടിൽ ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിനെ എന്താളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം കുട്ടി കണക്കം മുടിനാളമ്മ കാറ്റുതിയായിട്ടും ചെന്നു ഭൂതം കണ്ണീരൊക്കെ കെടുത്താളമ്മ പ്രിയായും വന്നു ഭൂതം തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ. പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും കിരികെട്ടി തന്നില്ല പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മടി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുണ്ടിലെത്തിച്ചു തൊഴുതുറച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരീകന്ധേ ഭൂതമേ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണില്ലല്ലോ. ഭൂതം വേറൊരു വിധി എടുത്തു. ഹലോ വരുന്ന ഇത് കഴിയണത്ര ഇവളത് ലാസ്റ്റ് മന്ത്രം ജയിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാപ്പോടടുക്കേ നോദീ ഭൂതം അമ്മയെടുത്തീട്ടുമ്മ കൊടുത്തീട്ടഞ്ചിതമോദം മൂർധാവിങ്കൽ തടകി തടകി പുല്ലിയ മാറി വേരി തൊന്നെന്നോദിയേറ്റ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയത്താൾ പാവം കൊണ്ടു വിളക്കേ കൊടിയൊരു ശാപത്തിനവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂത എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ? വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടുകൊടുത്താൾ. അമ്മേ നിങ്ങളുടെ
കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിരിക്കേ എന്നുടെ നേരെ ഓപമിതേറെ കരുതരുതെന്നെ നീട്ടിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിതു തന്നെ നോക്കൂ. തൊഴുതു വിറച്ചേ നിന്നു ഭൂതം ഒത്തുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറിച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങടെ കണ്ടമുണങ്ങി കൂട്ടും കാലം കളമക്കതിർമണി കളമതിരൂട്ടൻ പൊന്നിൻ കുന്നുകൾ തീക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണീക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമതങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോ ഒന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാം കൊണ്ടും ഉണ്ണി അന്വേഷിച്ചു വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവാഭൂതം അല്ലേ? മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്ന. അത് അമ്മിന് ഇപ്പൊ മനസ്സിലാവില്ല. കലങ്കലുകൾ അയ്യാവരവം വിളിക്കും ആദിച്ച ഓളകൾക്ക് പലവരാളും കണ്ടങ്ങൾ അരുകിലും കണിച്ചാണിത്തിരികൾ തലയിലും പരിഭൂതം കുത്തുമുളകളിൽ പേരിലും പൂമാല്യം ഉറവടി അപ്പടി മൂടി കിളക്കും ചെമ്പൻ കാൽ മുത്തോളം പൂപ്പുകൾ നീരെ ചാത്തിയാമൻ കിട്ടിയ വെള്ള ആവാട അയ്യാവരവഞ്ചിതനത്വം ചെയ്യും നല്ല മണിക്കൂറും 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 അയ്യാവരവഞ്ചിതനത്വം ചെയ്യും നല്ല മണിക്കൂറും